കിഫ്ബി റോഡിന് ടോൾ പിരിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ വിശദീകരണം. റോഡിന് മാത്രമായി ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു. അവർ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഉടനെ നടപ്പാക്കും വിധം ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. വരുമാനമുണ്ടാകുന്ന പദ്ധതി ഏറ്റെടുക്കുകയാണ് കിഫ്ബിയുടെ മാതൃകയെന്നും കെ.എൻ. ബാലഗോപാൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കിഫ്ബിയുടെ മോഡല് റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനവർ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറേ കാര്യമുണ്ട്. റോഡിൻ്റെ കാര്യം മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് തീരുമാനിച്ച ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പല കാര്യങ്ങളിലും ഇത്രയേറെ പണം എടുക്കുമ്പോൾ അതിൻ്റെ കുറേ റിട്ടേണും പലിശയെല്ലാം അടയ്ക്കേണ്ടതുണ്ട്. അതിനുള്ള മോഡലുകളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ തന്നെ തിയേറ്റർ കോംപ്ലക്സുകൾ, IT പാർക്കുകൾ, ഇപ്പം വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രീസിൻ്റെ ഇതൊക്കെ തിരിച്ചടയ്ക്കുന്ന തരത്തിൽ തന്നെയുള്ള പദ്ധതികളാണ് പലതും ഉള്ളത്. ഗിഫ്റ്റ് സിറ്റി, അപ്പോൾ അതുപോലുള്ള മോഡലുകളുടെ ഭാഗമായിട്ട് അവരുടെ സ്റ്റഡികൾ നടക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ തീരുമാനം വന്നിട്ടില്ല. റോഡിനുള്ളൊരു ടോൾ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് അവർ എന്തായാലും വ്യാപകമായി നടപ്പിലാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതിനകത്ത് അത് സംബന്ധിച്ചുള്ള സ്റ്റഡീസൊക്കെ അവർ നടത്തുന്നുണ്ടാവും. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. പ്രശാന്ത്, പരിപൂർണമായി മന്ത്രി തള്ളുന്നില്ല, അതായത് കിഫ്ബിയുടെ നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, നടപ്പാക്കില്ല എന്ന് പറയുന്നില്ല. ഇതൊരു നയപരമായ വിഷയമാണ്. കാരണം ഈ റോഡിൽ നിന്ന് ടോൾ പിരിക്കണമെങ്കിൽ ഇക്കാര്യത്തിൽ LDFന്റെ ഒരു നയപരമായ തീരുമാനം വേണം. അതിലുപരി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനുള്ള തീരുമാനമെടുക്കുന്നതെല്ലാം ഒരു നിയമനിർമ്മാണത്തിലൂടെയാണ്. കിഫ്ബി നിയമനിർമ്മാണത്തിലൂടെ രൂപീകരിച്ചതുപോലെ തന്നെയാണ് അതിനുള്ള വരുമാന സ്രോതസ്സുകളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഡുകളിൽ കിഫ്ബി നിർമ്മിച്ച റോഡുകളിൽ ടോൾ പിരിക്കാൻ സർക്കാർ തീരുമാനിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കിഫ്ബി തീരുമാനിക്കണമെങ്കിൽ അതിൽ നിയമസഭയ്ക്കകത്തൊരു നിയമം വന്ന് നിയമം പാസ്സാക്കിയെടുത്ത് മാത്രമേ അത് സാധ്യമാകൂ എന്നതാണ്. ഏതായാലും നിലവിൽ പലതരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആ പഠനങ്ങളിൽ വന്ന ഒരു നിർദ്ദേശമാണ് ഈ കിഫ്ബി നിർമ്മിക്കുന്ന 50 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവുള്ള റോഡുകൾക്ക് ടോൾ പിരിക്കാം എന്നുള്ളത്. അതിനുള്ള സാധ്യതാ പഠനങ്ങളാണ് നടക്കുന്നത്. ആ സാധ്യതാ പഠനത്തിനും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ഏതായാലും നിലവിൽ മന്ത്രിസഭയുടെ മുന്നിലേക്ക് ഈ തീരുമാനം വന്നിട്ടില്ല. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും എല്ലാ തരത്തിലുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് മന്ത്രിസഭയിൽ വരികയോ ഇതൊരു കരട് നിയമമാക്കി നിയമത്തിൻ്റെ ഒരു കരട് രൂപീകരിച്ച് നിയമസഭയിലേക്കെല്ലാം എത്തേണ്ടതുണ്ട്. നിലവിൽ 50 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവുള്ള നിരവധി റോഡ് പദ്ധതികൾ ഉണ്ട്. എന്നാൽ ഈ ഗ്രാമീണ റോഡ് അടക്കം കിഫ്ബി ചെയ്യുന്നുണ്ട്. അതിനൊന്നും തന്നെ ടോൾ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന പോലുമില്ല. 50 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് അമ്പലപ്പുഴ തിരുവല്ല റോഡെല്ലാം 50 കോടിക്ക് മുകളിൽ ചിലവുള്ള റോഡുകളാണ്. ഇത്തരം റോഡുകളിൽ ടോൾ നടപ്പാക്കി വരുമാനം എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. നിലവിൽ പ്രധാന വരുമാന മാർഗം കിഫ്ബിയുടെ എന്നത് മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും അതുപോലെ തന്നെ മോട്ടോർ വാഹന സെസ്സും ആണ് ഈ പ്രധാനമായും കിഫ്ബിയുടെ വരുമാന മാർഗം. അതിലുപരി നേരത്തെ ധനമന്ത്രി പറഞ്ഞതുപോലെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുന്നുണ്ട്. നിലവിൽ നമുക്കറിയാം കിഫ്ബി കടബാധ്യത അത് കേന്ദ്രം കടപരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വരുമാനം കണ്ടെത്തുക തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. 50 കോടിയിലേറെ മുതൽ മുടക്കുള്ള റോഡുകളിലേക്കായിരിക്കും ഒരു പക്ഷേ ഇത് നടപ്പാക്കാൻ പോവുകയാണെങ്കിൽ ടോൾ പിരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ. ടോൾ പിരിവ്, നികുതി, ഇതൊക്കെ തന്നെയാണ് സർക്കാരിന്റെ വരുമാന മാർഗം. സാധാരണക്കാരൻ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിന്റെ ഭാരം അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ്. മറ്റു വരുമാന മാർഗങ്ങളൊന്നും കണ്ടെത്താൻ സർക്കാരുകൾക്ക് കഴിയാതെയും പോകുന്നുണ്ട്. നികുതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇത്തരം പിരിവുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം.